വളരെ എളുപ്പത്തിൽ ഷാർജ ഷേക്ക് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. ഇത് നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്വാദിഷ്ടമായ ഷേക്കാണ്. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് അവലെടുത്തിട്ടുണ്ട്. ഈ അവൽ നമുക്ക് ഗ്യാസിൽ വെച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. 1 മിനിറ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി. ജസ്റ്റ് ഒന്ന് റോസ്റ്റായി കഴിയുമ്പോൾ നമുക്കിത് അടുപ്പത്തുനിന്ന് എടുത്ത് മാറ്റാം. റോസ്റ്റായി കഴിയുമ്പോൾ നമ്മളൊന്ന് കൈകൊണ്ട് തൊട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ടോയെന്ന്. ഇപ്പോൾ അവൽ നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കപ്പലണ്ടി ഇട്ട് കൊടുക്കാം. 1 പിടി കപ്പലണ്ടി ഇട്ടാൽ മതി. ഇത് പച്ചക്കപ്പലണ്ടി ആയതുകൊണ്ട് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുത്ത് ഇതിന് തൊണ്ട് കളഞ്ഞെടുക്കണം. വറുത്ത കപ്പലണ്ടി ആണെങ്കിൽ വീണ്ടും വറുക്കേണ്ട ആവശ്യമില്ല. നമുക്കത് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒരു 5-6 ബദാമും കൂടി ചേർത്ത് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ബദാം അധികം ചൂടാക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് പൊടിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. നട്ട്സിൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇപ്പോൾ കപ്പലണ്ടി നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അടപ്പത്തു നിന്ന് എടുത്ത് മാറ്റാം. കപ്പലണ്ടിയുടെ തൊണ്ട് കളഞ്ഞെടുക്കണം. ബദാം നമുക്ക് അങ്ങനെ തന്നെ പൊടിച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ കപ്പലണ്ടി നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടപ്പത്തു നിന്ന് എടുത്ത് മാറ്റാം. തണുത്ത് കഴിയുമ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഇത് പൊടിച്ചെടുക്കണം. ഈ റോസ്റ്റ് ചെയ്തെടുത്ത ബദാം നമുക്ക് ഈ അവലിലേക്ക് ചേർത്ത് കൊടുക്കാം. കപ്പലണ്ടി നമുക്ക് തൊണ്ട് കളഞ്ഞെടുക്കണം. അതും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ റോസ് ഷുഗറാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വൈറ്റ് ഷുഗർ ചേർക്കാം കേട്ടോ. ഇനി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 2-3 ഏലക്കായ നമുക്കിതിലേക്ക് തൊണ്ട് കളഞ്ഞ് ചേർത്ത് കൊടുക്കണം. ഇങ്ങനെ പൊടിക്കുമ്പോൾ അത് ശരിക്കും നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ പൊടിച്ചെടുത്ത മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കണം. ഇനി ഷേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 2 പഴം ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ റോബസ്റ്റ പോലത്തെ പഴമാണ് എടുത്തിരിക്കുന്നത്. ഞാലിപ്പൂവമ്പഴോ പൂവമ്പഴോ അങ്ങനെ ഏത് പഴം വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് ചേർക്കാം. ഈ പഴം നമുക്ക് ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുക്കണം. ഇനി നമുക്ക് ഈ ഇതിലേക്ക് തണുത്ത പാലാണ് ഞാൻ ചേർക്കുന്നത്. പാല് കാച്ചി തണുപ്പിച്ചിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ തണുത്ത പാലാണ് ഇപ്പോൾ ചേർത്തത്. ഇനി നിങ്ങൾക്ക് ഐസ് ക്യൂബ്സ് ചേർക്കണം എന്നുള്ളവർക്ക് അങ്ങനെയും ചേർക്കാം കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയിൽ വെച്ചൊന്ന് അടിച്ചെടുക്കണം. ഇപ്പോൾ അടിച്ചെടുത്ത മിക്സ് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഐസ്ക്രീം ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ പാല് തണുപ്പിച്ച് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ച് കട്ടയാക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഞാനിവിടെ ഐസ്ക്രീമാണ് ചേർത്തത്. ഐസ്ക്രീം ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് മിക്സ് അടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഷേക്ക് റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. നമുക്ക് ഈ ഗ്ലാസ്സിലേക്ക് ആദ്യം കുറച്ച് ബൂസ്റ്റ് അല്ലെങ്കിൽ ഹോർലിക്സ് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ മൈലോ പൊടിയായാലും മതി. ഇനി കുറച്ച് നട്ട്സ് നുറുക്കിയത്, കശുവണ്ടി ബദാം നുറുക്കിയത് ഞാനിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ഷേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1-2 സ്കൂപ്പ് ഐസ്ക്രീമും കൂടെ ചേർത്ത് മുകളിൽ കുറച്ചുകൂടെ നട്ട്സ് ഇട്ട് കുറച്ച് ബൂസ്റ്റും കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്വാദിഷ്ടമായ ഷേക്ക് തയ്യാറായി കഴിഞ്ഞു. ഇത് വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഷേക്കാണ്. ഈ ചൂടുകാലത്ത് വളരെയധികം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നൊരു ഷേക്കാണിത്.